ലക്കി ഭാസ്കർ വാത്തി എന്ന നല്ല സിനിമ ചെയ്ത വെങ്കി അടലൂരി. അദ്ദേഹം തന്നെ സംവിധാനവും രചനയിൽ കെ വിജയനാരായണ അങ്ങനെ ഒരാൾ കൂടി ഉണ്ട്. നമ്മുടെ പ്രമേയുഗവും DSR ഒക്കെ കോ-എഴുത്തുകാരനായിട്ട് നിന്നാണ്. അവർ രണ്ടും കൂടി ഒരു സിനിമ ചെയ്തു, പ്രത്യേകിച്ച് സൂര്യ ചെയ്യുന്ന ഒരു സിനിമ. ട്രെയിലർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഇവരുടെ ഒരു ബേസ് ചെയ്താണ് എനിക്ക് തിയേറ്ററിൽ എത്താൻ തോന്നിയത്. ഞാൻ പറയട്ടെ, തമിഴ്നാട്ടിൽ ഈ പാസം വിട്ടൊരു കളി കളിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയൊക്കെ ഒരുപാട് തവണ വന്നു പോയ കഥയാണ്. ഇഷ്ടം പോലെ തവണ സൂര്യ തന്നെ ഇത്രയും മികച്ചൊരു ആക്ടർ, അല്ലെങ്കിൽ ഇത്രയും സെലക്ട് ചെയ്യേണ്ട ഒരു ആക്ടർ ഈ ഒരു കഥ കേൾക്കും പറഞ്ഞൂടെ, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഇത് ജനങ്ങൾ കണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണം നമ്മളൊരു സിനിമ കാണുന്നത്. എന്തുകൊണ്ടാണ്? ഒന്നല്ലെങ്കിൽ നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടി, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കഥ വന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഒരു സിനിമ പോകുന്നത്, അല്ലെങ്കിൽ കഥ പോകുന്നത്. അങ്ങനെയാണ് നമുക്കൊരു സിനിമ ഇഷ്ടപ്പെടുന്നത്. സൂര്യ പോലുള്ള ആക്ടർ ഇത്രയും നിന്നിട്ടും ഇതുപോലുള്ള കഥകൾ സെലക്ട് ചെയ്യുന്നത് വളരെ മോശം എന്ന് തന്നെ പറയാം. അദ്ദേഹം പെർഫോമൻസ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് രാധിക ശരത്കുമാർ മരിക്കുന്ന സീനത്തിൽ മമ്മിതയുടെ ഒരു പെർഫോമൻസ്, ഇതിനെ കുറിച്ച് ഞാൻ പറയാം. പ്രത്യേകിച്ച് എനിക്ക് ക്യൂട്ട്നെസ് വാരി വിതറാൻ നിന്ന ഒരിതാണ്. അതിൽ ഈ രാധിക ശരത്കുമാർ മരിക്കുമ്പോൾ ഒരു സീൻ കാണിക്കുന്നുണ്ട്. മറ്റേ ഇമോഷണൽ ആണ് കാണിച്ചത്, പക്ഷെ എനിക്ക് ചിരിയാണ് തോന്നിയത്. എന്റെ ക്യൂട്ട്നെസ് അവിടെ ഇട്ട് ഒരു ഇമോഷണൽ കാണിച്ചു എന്ന് തോന്നുന്നത്. പക്ഷെ അതിൽ സൂര്യയുടെ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്, ഗംഭീര പെർഫോമൻസ്. ഒറ്റക്കുള്ളൊരു റൂമിലാണ് പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പുള്ളി മികച്ചൊരു ആക്ടറാണ്. പക്ഷെ പുള്ളി അദ്ദേഹം കഥ കൂടി സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അദ്ദേഹത്തിന് പറ്റിയ ഒരുപാട് കഥയുണ്ട്. ഇപ്പൊ നല്ല മികച്ച അഭിനയം കാഴ്ചവെക്കേണ്ട ഒരു കഥയാണെങ്കിൽ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ കാഴ്ചവെക്കും. പിന്നെ പടത്തിന്റെ വിഷ്വൽസ് ഒരു രക്ഷയില്ല. അതായത് ഫുൾ കോടീശ്വരന്മാരുടെ പരിപാടിയാണ്. പിന്നെ ഇതിൽ ഒരുപാട് ദഹിക്കാത്ത ഒരുപാട് സീനുണ്ട് കേട്ടോ. ഈ സൂര്യ എന്ന് പറഞ്ഞ ഒരു കോടീശ്വരനാണ്, പക്ഷെ പുള്ളി ഷൂട്ടിംഗ് ആണ്, ഒളിമ്പിക്സ് വിന്നറാണ്. ഒളിമ്പിക്സ് വിന്നറാകാൻ കാരണം അമ്മ പറഞ്ഞു പോയി ഒളിമ്പിക്സ് വിന്നർ മേടിച്ചോണ്ട് പോടാന്ന് പറഞ്ഞപ്പോൾ മേടിച്ചു. അങ്ങനെ കുറെ സീനുകളുണ്ട്. അതൊക്കെ നമുക്ക് എന്തിനാ ഇങ്ങനെ ഒരു സീൻ? അങ്ങനെ സൂര്യ ഒരു കോടീശ്വരനാണ്, ആ ഒരു പ്രമേയം മാത്രം വെച്ചാൽ മതി. അല്ലാണ്ട് പിന്നെ ഒരു ഷൂട്ടറാണ്, അതിന്റെ ബേസ് ചെയ്ത പടത്തിലൊന്നും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ അതിന്റെ ബേസ് ചെയ്ത പടത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇത് ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് ആവുമ്പോൾ ഈ അദ്ദേഹത്തിന് കിട്ടിയ ഈ മെഡൽ, അല്ലെങ്കിൽ ആ ഒരു പ്രമേയം വെച്ച് കഥ മുമ്പോട്ട് പോകുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച എവിടെയോ അവിടെ തന്നെ കഥ പിന്നെ ബബിൾക്കം വലിച്ചു നീട്ടും പോലെ നീട്ടി കുറെ സീൻ ലാസ്റ്റ്